ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 24 ബുധനാഴ്ചയാണ്. ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഇന്നലെ US മാർക്കറ്റുകൾ ക്ലോസ് ചെയ്ത്. എന്നിരുന്നാലും S&P 500ഉം നാസ്ഡാക്കും തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. S&P 500 ഓൾ ടൈം ഹൈക്ക് അരികിൽ തന്നെയാണ്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ വളരെ ഉയർന്നു തന്നെയാണ്, 4.14% ഉള്ളത്. ബ്രന്റ് ക്രൂഡ് $80 എന്ന നിർണായക മാർക്കിന് അരികിലാണ്. എന്തായാലും ഇന്നും നമ്മുടെ മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യുമോ എന്നത് തന്നെയാണ് ചോദ്യം. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. ആദ്യത്തെ സെഗ്മെന്റിലേക്ക്. ആദ്യത്തെ വാർത്ത, 2023 ഏപ്രിൽ നവംബർ മാസങ്ങളിൽ ഇന്ത്യയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞിരിക്കുന്നു. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 2022 ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ $19.76 ബില്യൺ നിന്ന് 2023 ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങൾ വരെ $13.54 ബില്യൺ ആയി കുറഞ്ഞു. എന്തായാലും 2023 ഏപ്രിൽ മുതൽ നവംബർ മാസങ്ങളിൽ FDI ഇൻഫ്ലോസിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിലും 2024 ഇന്ത്യയുടെ FDI കാഴ്ചപ്പാട് പോസിറ്റീവായി തന്നെ തുടരുന്നു. ശക്തമായ ഇൻവെസ്റ്റ്മെന്റ് മൊമെന്റവും ഡാറ്റാ സെന്റർ കപ്പാസിറ്റി വർദ്ധിക്കുന്നതും ബിസിനസ് സേവനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാലും വരും വർഷങ്ങളിൽ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ വാർത്ത ഷോർട്ട് ടേമിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. മറ്റൊരു വാർത്ത, സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ വാർത്തയിലേക്ക്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ബാറുകളുടെയും തീരുവയ്ക്ക് അനുസൃതമായി ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനും വിലയേറിയ ലോഹ നാണയങ്ങൾക്കുമുള്ള ഇറക്കുമതി തീരുവ 11% നിന്ന് 15% ഇന്ത്യൻ സർക്കാർ വർദ്ധിപ്പിച്ചു. ഇതുവഴി സർക്കാരിന്റെ വരുമാനത്തിലും വർധനവുണ്ടാവും. വർദ്ധിച്ച ഡ്യൂട്ടി ഗവൺമെന്റിന് അധിക വരുമാനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത് അടിസ്ഥാന സൗകര്യ വികസനം അല്ലെങ്കിൽ സാമൂഹികക്ഷേമ പരിപാടികൾ പോലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ആഗോളതലത്തിൽ സ്വർണത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഉപഭോക്താവാണ് ഇന്ത്യ. കൂടുതലും ഇറക്കുമതിയിലാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ ഇറക്കുമതി നയങ്ങൾ ആഗോള സ്വർണ്ണ വിപണിയിൽ അലയൊലികൾ ഉണ്ടാക്കും. ഉയർന്ന ഇറക്കുമതി തീരുവ കാരണം ഡിമാൻഡ് കുറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണ്ണ വിലയിൽ താഴോട്ട് കൊണ്ടുവരാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. അത്തരത്തിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഗോൾഡ് കമ്പനീസിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാം. മറ്റൊരു വാർത്ത, 5G യൂസേഴ്സിനായുള്ള മൊബൈൽ താരിഫ് വർദ്ധിക്കും. പ്രമുഖ ടെലികോം ദാതാക്കളായ റിലയൻസ് ജിയോ അതിന്റെ 5G മൊബൈൽ ഡാറ്റ താരിഫുകൾ ഉയർത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ റിലയൻസ് ജിയോ 5Gയിൽ അധിക ചെലവില്ലാതെ അൺലിമിറ്റഡ് ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നു. ആവറേജ് റവന്യൂ പെർ യൂസർ പരിമിതപ്പെടുത്തുന്നു. 5G യൂസേഴ്സിനായി പുതിയ ഡാറ്റ പ്ലാൻ ആയിരിക്കും അവതരിപ്പിക്കുക. 2019 അതിനുശേഷം 2021 വർഷങ്ങളിലുമാണ് മുൻപ് താരിഫ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. റിലയൻസ് ജിയോയ്ക്ക് പിന്നാലെ ഭാരതി എയർടെലും റേറ്റുകൾ വർദ്ധിപ്പിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. താരിഫുകൾ വർദ്ധിപ്പിക്കുന്നത് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് തന്നെയാണ്. കമ്പനികളുടെ റവന്യൂവും പ്രോഫിറ്റും വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഭാരതി എയർടെൽ, റിലയൻസ് ജിയോ എന്നീ കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും ചുരുക്കിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത സെഗ്മെന്റിലേക്ക്. നിഫ്റ്റിയിലേക്ക് 21,238 1.54% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. വലിയൊരു ഇടിവാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കാണാൻ സാധിച്ചത്. സെബി നിർദ്ദേശിച്ച കർശനമായ ഓണർഷിപ്പ് ഡിസ്ക്ലോഷർ റൂൾസ് നിയമങ്ങളെക്കുറിച്ചുള്ള വിദേശ നിക്ഷേപകരിൽ ഉണ്ടായ ഭയമാണ് ഇന്നലെ മാർക്കറ്റിലുണ്ടായ വലിയ ഇടിവിന് കാരണമായത്. ഗ്ലോബൽ മാർക്കറ്റുകൾ പോസിറ്റീവായിട്ട് കൂടി നമ്മുടെ മാർക്കറ്റ് ഇടിയാൻ കാരണമായത് ഇതാണ്. നിഫ്റ്റിയിലേക്ക് തിരികെ വന്നാൽ നിഫ്റ്റി 21,192 എന്ന ലോ ആണ് ഇന്നലെ ടച്ച് ചെയ്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിൽ തുടങ്ങി 21,750 21,810 എന്ന സെല്ലിംഗ് പ്രഷറുള്ള സോൺ ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി തിരികെ വരികയായിരുന്നു. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഒരു നെഗറ്റീവ് ക്രോസ് ഓവർ ആണ് കാണിക്കുന്നത്. ഒരു ബൗൺസ് വന്നാലും അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ പ്രശ്നം. എന്നിരുന്നാലും ഓവറോൾ ട്രെൻഡ് വീക്കായി തന്നെ തുടരുന്നു. നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ ഒരു ലോങ് ബിയറിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അപ്സൈഡിലേക്ക് വന്നാൽ 21,300 ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ തന്നെയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് 50-ഡേ മൂവിംഗ് ആവറേജ് വരുന്നത് 21,000-ലാണ്. അതുകൊണ്ട് തന്നെ 21,000 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്ക് 22,000-ആണ്. അതിനുശേഷം 21,700-ഉം അതിനുശേഷം 21,500-ഉമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ പുട്ട് സൈഡിലെ സ്ട്രൈക്കുകൾ 20,500-ആണ് ആദ്യത്തേത്. അതിനുശേഷം 21,000-ഉം അതിനുശേഷം 21,200 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം 21,500 ഒരു റെസിസ്റ്റൻസ് ആവാനും 21,000 ഒരു സപ്പോർട്ട് ആവാനും സാധ്യതയുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്
ബാങ്ക് നിഫ്റ്റി 45,000-ന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഒരു ആശ്വാസം. 45,015-ൽ 2.26% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ പോലെ ബാങ്ക് നിഫ്റ്റിയും ഓപ്പൺ ചെയ്തത് ഒരു ഗ്യാപ്പ് അപ്പിലായിരുന്നു. പക്ഷേ കനത്ത സെല്ലിംഗ് പ്രഷറിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയും. ഡൗൺ സൈഡിൽ 44,600 ഒരു ക്രൂഷ്യലായിട്ടുള്ള ലെവലാവാൻ സാധ്യതയുണ്ട്. അപ്സൈഡിലേക്ക് വന്നാൽ 45,800 അപ്സൈഡിൽ ക്രൂഷ്യലായിട്ടുള്ള ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം കോൾ സൈഡിൽ 47,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 46,000-ലും അതിനുശേഷം 46,500-ലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 44,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 44,500 സ്ട്രൈക്കിലും അതിനുശേഷം 45,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 46,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 45,000-ഉമാണ്. ഇന്ത്യ വിക്സിൽ 7% വർധനമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. 14.85 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്യുന്നത്. 7.61% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. സ്റ്റോക്ക് ന്യൂസ് സെഗ്മെന്റിലേക്ക്. ആദ്യം ആക്സിസ് ബാങ്കിന്റെ റിസൾട്ടാണ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 3.7% വർധനവുണ്ടായി. 6,071.1 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 9.4% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്ന് 12,532 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. റിസൾട്ടുകൾ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നെങ്കിലും ഇന്നലെ ആക്സിസ് ADRൽ വലിയ ഇടിവാണ് കണ്ടത്. മറ്റൊരു കമ്പനി മഹാനഗർ ഗ്യാസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 84.33% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 317.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. എന്നാൽ റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ ചെറിയ ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 6.1% ഇടിവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 1,568.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി യുണൈറ്റഡ് സ്പിരിറ്റ്സ് ആണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 63.5% വർധനവ് ഇയർ ഓൺ ഇയറിൽ വന്ന് 350.2 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും 8% വർധനവ് കാണാം. 3,002 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ. റെലിഗെയർ. ഡാബർ ഇന്ത്യ ലിമിറ്റഡിന്റെ ഉടമകളായ ബർമൻ കുടുംബത്തിന് റെലിഗെയർ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ 5.27% ഓഹരികൾ ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി ഇൻഡസ് ടവേഴ്സ് ആണ്. റിലയൻസ് ജിയോ അടക്കമുള്ള പ്രധാന ഉപഭോക്താവിന്റെ നെറ്റ്വർക്ക് വിപുലീകരണം, 5G റോൾ ഔട്ടുകൾ എന്നിവ പ്രതീക്ഷിക്കുന്നതായി കമ്പനി പറയുന്നു. ഇത് കമ്പനിയുടെ പ്രോഫിറ്റിലും റവന്യൂവിലും വർധനവുണ്ടാക്കും. മറ്റൊരു കമ്പനി L&T ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ്. ദിനനാഥ് ദുബാഷിനി മാനേജിംഗ് ഡയറക്ടറും CEO സ്ഥാനവും ഒഴിഞ്ഞിരിക്കുന്നു എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, ടെക് മഹീന്ദ്ര, TVS മോട്ടോഴ്സ്, കാനറ ബാങ്ക്, DLF, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആർത്തി ഡ്രഗ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഭാരത് ഡൈനാമിക്സ്, കെയർ റേറ്റിംഗ്സ്, കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഡാൽമിയ ഭാരത്, DCB ബാങ്ക്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ബാങ്ക്, മോത്തിലാൽ ഓഷോൾ ഫിനാൻഷ്യൽ സർവീസസ്, PNB ഹൗസിംഗ് ഫിനാൻസ്, റെയിൽടെൽ കോർപ്പറേഷൻ, യൂക്കോ ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയാണ്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ബൽറാംപൂർ ചിനി മിൽസ്, IRCTC, നാഷണൽ അലുമിനിയം, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസസ്, RBL ബാങ്ക് എന്നിവയാണ്. നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസ് എല്ലാ ദിവസവും രാവിലെ 7:30 ഉണ്ടായിരിക്കുക. മാത്രമല്ല നമ്മുടെ ലൈവ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 11:30 ഒരു ട്രേഡിൽ എപ്പോൾ എൻ്റർ ചെയ്യണം, എപ്പോൾ എക്സിറ്റ് ചെയ്യണം, അങ്ങനെ ധാരാളം സംശയങ്ങൾ നമുക്കുണ്ടാവും. ട്രേഡ് ചെയ്യുന്നതിനിടയ്ക്ക് ധാരാളം ഡൗട്ട്സ് ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ മാറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ രാവിലെ 11:30 മുതൽ 3:30 വരെ നമ്മൾ യൂട്യൂബ് സെഷനിൽ ലൈവിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ഇന്നലെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ നിരവധി സ്റ്റോക്കുകൾ രാവിലെ നല്ല രീതിയിൽ അപ്പായിരുന്നെങ്കിലും പിന്നീട് ഡൗൺ ആവുകയായിരുന്നു. ഇന്നലെ അത്തരത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത IDBI ബാങ്ക് ജനുവരി 20 പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 70.15 എന്ന നിലയിൽ, ടാർഗറ്റ് 80 ആയിരുന്നു. സ്റ്റോക്ക് ഇന്നലെ 83.70 എന്ന നില വരെ അപ്പായി. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത F&O സ്റ്റോക്ക് REC ലിമിറ്റഡ് ആയിരുന്നു. 460 CE ആയിരുന്നു പറഞ്ഞത്. ജനുവരി 20 നമ്മൾ എൻട്രി എടുക്കുന്ന 469.4 എന്ന നിലയിൽ 482 വരെ സ്റ്റോക്ക് അപ്പായി. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത് 480 ആയിരുന്നു. എന്തായാലും ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം REC ലിമിറ്റഡും ഡൗൺ ആവുകയുണ്ടായി. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ക്രാഷ് പലപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് എടുക്കുക. കാരണം അത്രയേറെ പുതിയ സ്റ്റോക്കുകളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്.
അത്തരത്തിൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS വീണ്ടും 3115 കോടി രൂപയ്ക്ക് ഇന്നലെ സെല്ല് ചെയ്തു. DIs ആവട്ടെ 214 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഏകദേശം 25,000 കോടി രൂപയാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ക്യാഷ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്ത്. ഇന്നലെയും ഡൗ ജോൺസ് ഒഴിച്ച് 2 മാർക്കറ്റുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. S&P 500 0.29% ഉയർന്നു. നാസ്ഡാക്ക് 0.43% ഉയർന്നു. ഡൗ ജോൺസ് മാത്രമാണ് ഇന്നലെ അവിടെ ഇടിഞ്ഞത്. 0.25% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മറ്റൊരു കാര്യമുള്ളത് നെറ്റ്ഫ്ലിക്സിനെ സംബന്ധിച്ചാണ്. ഇന്നലെ ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ 8% മുകളിൽ നേട്ടമുണ്ടാക്കിയ നെറ്റ്ഫ്ലിക്സ് 4ാം പാദത്തിൽ 13 ദശലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ആഡ് ചെയ്തതാണ് ഇതിന് കാരണം. മൊത്തം സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് 260.8 മില്യണിലെത്തി. ഒരു ഓൾ ടൈം ഹൈയിലാണ് ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. S&P 500നെ സംബന്ധിച്ച് പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള മെഗാ ക്യാപ് ടെക് സ്റ്റോക്കുകളുടെ ഏർണിങ്സ് തന്നെയാണ്. ഇന്ന് പുറത്തു വരാനിരിക്കുന്ന എക്കണോമിക് ഡാറ്റകൾ കൂടി നോക്കാം. ജനുവരിയിലെ US മാനുഫാക്ചറിംഗ് സർവീസസ് ഡാറ്റ പുറത്തു വരാനുണ്ട്, പ്രധാനപ്പെട്ടത് തന്നെയാണ്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. വീണ്ടും HDFC ADRൽ വലിയ ഇടിവ് കണ്ടു. 3.81% ഇടിഞ്ഞത്. റിസൾട്ടുകൾക്ക് ശേഷം ആക്സിസ് ബാങ്ക് ADR ഏകദേശം 3%-നടുത്ത് ഇടിഞ്ഞു. ICICI ബാങ്ക് 0.57% ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്ത്. ടെക് സൈഡിലേക്ക് വന്നാൽ ഇൻഫോസിസ് 0.35% ഇടിഞ്ഞു. വിപ്രോ 0.92% ഇടിഞ്ഞു. പോസിറ്റീവായി നിലനിന്നത് ഡോക്ടർ റെഡ്ഡിയാണ്. 1.25% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിലാണ്. ഡൗ ജോൺസ് 0.05% നേട്ടത്തിലും S&P 500 0.18% ഉയർന്നും നാസ്ഡാക്ക് 0.25% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ഒട്ടുമിക്ക മാർക്കറ്റുകളും ഇടിവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 0.03% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.34% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.34% തന്നെ ഇടിഞ്ഞുമാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.25% ഇടിഞ്ഞത്. കൺസ്ട്രക്ഷൻ സ്റ്റോക്കുകൾ അവിടെ 0.9% ഇടിവും ഇന്നലെ നേരിട്ടു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ്. 0.01% നേട്ടത്തിൽ. CAC 0.06% ഇടിഞ്ഞും. FTSE 0.08% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാന്റെ ഡിസംബറിലെ കയറ്റുമതി എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്തു. ട്രേഡ് ബാലൻസ് $62.1 ബില്യൺ സർപ്ലസായി. റോയിറ്റേഴ്സ് പോൾ ഫോർകാസ്റ്റ് $122.1 ബില്യൺ ആണ്. ബാങ്ക് ഓഫ് ജപ്പാൻ ഇന്നലെ അതിൻ്റെ പണനയം മാറ്റമില്ലാതെ തുടരും എന്ന് തീരുമാനിച്ചു. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ. ഓപ്പൺ ചെയ്ത ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.43% ഇടിവിലാണുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ കോസ്പി മാർക്കറ്റ് 0.76% ഇടിവിലാണുള്ളത്. സിംഗപ്പൂർ മാർക്കറ്റ് 0.23% ഇടിവിലുമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 21,289.50 എന്ന നിലയിലാണ്. 0.47% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നും നമ്മുടെ മാർക്കറ്റിൽ 90 മുതൽ 100 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പാണ് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നതാണ് ചോദ്യം. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അടുത്ത സെഗ്മെന്റിലേക്ക്. ഓയിൽ പ്രൈസുകൾ. ലിബിയയിലെ ഒരു പ്രധാന ഓയിൽ ഫീൽഡിൽ ഉൽപ്പാദനം പുനരാരംഭിച്ചതിന് ശേഷം ചൊവ്വാഴ്ച ഓയിൽ പ്രൈസുകളിൽ ചെറിയ ഇടിവ് കണ്ടു. ഇന്നലെ ഫിച്ച് ഫോർകാസ്റ്റ് അനുസരിച്ച് മിഡിൽ ഈസ്റ്റ് ഓയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ 2024 ശക്തമായ വളർച്ച രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇപ്പോൾ ഉള്ളത് $79.65 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.18% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. WTI ഉള്ളത് $74.45 പെർ ബാരൽ എന്ന നിലയിൽ 0.11% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ധാരാളം വാർത്തകൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മണി കൺട്രോൾ, ET Now, മിൻറ്റ്, റോയിറ്റേഴ്സ് തുടങ്ങിയ ധാരാളം സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. നന്ദി.